ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി മീഡിയയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി കമന്റ് വന്ന ഒരു ടോപ്പിക്കാണ് ഫൈബ്രോ ഒപ്റ്റിക് ബ്രോങ്കോസ്കോപ്പ്. അപ്പോൾ നമുക്ക് ഫൈബ്രോ ഒപ്റ്റിക് ബ്രോങ്കോസ്കോപ്പിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലൈഫ് സേവിംഗ് മെഡിക്കൽ ഡിവൈസ്. നമ്മുടെ ലൈഫ് സേവ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് ഫൈബ്രോ ഒപ്റ്റിക് ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്നത്. നമുക്കൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള പോയിന്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും സ്കെച്ച് ഡയഗ്രാം വരയ്ക്കാൻ മറന്നു പോകരുത്. നമ്മൾ ആദ്യം ടോപ്പിക്കിൽ കൊടുത്ത പോലെയുള്ള ഡയഗ്രാം നിങ്ങൾക്ക് സ്കെച്ച് ഡയഗ്രാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ എക്സാമിന് ചോദിക്കുവാണെങ്കിൽ ഡയഗ്രവും വരച്ചുകൊണ്ട് പാർട്സും അടയാളപ്പെടുത്താൻ മറക്കരുത്. അതിന് എക്സ്ട്രാ മാർക്ക് ഉള്ളതാണ് കേട്ടോ. ദ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ ഫൈബ്രോ ഒപ്റ്റിക് ബ്രോങ്കോസ്കോപ്പ് is a instrument that allows physician to examine the breathing passage of the lungs. ഫൈബ്രോ ഒപ്റ്റിക് ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് നമ്മുടെ ഫിസിഷ്യൻ അല്ലെങ്കിൽ ആരാണ് ഉപയോഗിക്കുന്നത്, ഇപ്പൊ അനസ്തേഷ്യോളജിസ്റ്റ് ആണെങ്കിൽ അവർക്ക് പേഷ്യന്റിന്റെ ബ്രീത്തിങ് പാസേജ് ഓഫ് ദ ലങ്സ് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു എക്സാമിൻ ദ എയർവേ ഈസ് കോൾഡ് ദ ബ്രോങ്കോസ്കോപ്പ്. അതായത് എയർവേയെ എക്സാമിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്നത്. Next point, a bronchoscope is a small flexible lightened tube that has eyepiece that allows the doctor to look inside the patient lung. Bronchoscope എന്ന് പറയുന്നത് ഒരു സ്മോൾ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലൈറ്റൻഡ് ട്യൂബ് ആണ്. അതിൽ ഐപീസ് ഉണ്ട്. ഐപീസ് നമ്മൾ ഉപയോഗിക്കുന്നത് വിഷ്വലൈസ് ചെയ്യാൻ നിൽക്കുന്ന ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടറിനെ പേഷ്യന്റിന്റെ ലങ് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടും വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. Then next point എന്ന് പറയുന്നത് a local anesthetic is sprayed to the throat to prevent coughing during procedure. നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് ചുമയ്ക്കാതിരിക്കാനും കഫ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലോക്കൽ അനസ്തെറ്റിക് ആയിട്ടുള്ള സ്പ്രേ പേഷ്യന്റിലേക്ക് യൂസ് ചെയ്യാറുണ്ട്. പേഷ്യന്റ് ത്രോട്ടിലേക്ക് നമ്മൾ ആ സ്പ്രേ അടിച്ചു കൊടുക്കാറുണ്ട്. Then next point എന്ന് പറയുന്നത് a IV line access inserted to the patients to give medications കൊടുക്കാനായിട്ട് IV access പേഷ്യന്റിന് ഉണ്ടായിരിക്കുന്നതായിരിക്കും. Then the patient were monitored. പേഷ്യന്റിനെ മോണിറ്ററും ചെയ്തിരിക്കണം. Then once the patient relaxed, bronchoscope is inserted through nose or mouth and down to the airway. പേഷ്യന്റ് റിലാക്സ് ആയി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഓൾറെഡി ലോക്കൽ അനസ്തെറ്റിക് സ്പ്രേ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ പേഷ്യന്റിന് അവിടെ ഒരു നമ്പ് ഫീൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് പേഷ്യന്റ് റിലാക്സ് ആവുന്നത് മനസ്സിലാകും. അപ്പോൾ പേഷ്യന്റ് റിലാക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്രോങ്കോസ്കോപ്പ് നോസിലൂടെയാണോ മൗത്തിലൂടെയാണോ ഇടേണ്ടത് എന്നത് നോക്കിയതിന് ശേഷം ഇൻസേർട്ട് ചെയ്യുക. അതായത് പേഷ്യന്റ് എയർവേയിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ഡിഫിക്കൽട്ട് ഇൻറ്റുബേഷന് നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. അതോടൊപ്പം എൻഡോസ്കോപ്പി റൂംസിലും ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ദെൻ എക്സ്പെൻസീവ് ഇൻസ്ട്രുമെന്റ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് കൂടിയാണ്. ദെൻ നമുക്ക് നോക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് കോമൺ റീസൺ ഫോർ ബ്രോങ്കോസ്കോപ്പി ചെയ്യാനുള്ള കോമൺ റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, നോയിസി ബ്രീത്തിങ് സൗണ്ട്. പേഷ്യന്റ് നോയിസി ആയിട്ടുള്ള ബ്രീത്തിങ് സൗണ്ട് എന്നുണ്ടെങ്കിൽ വന്ന് ഫിസിഷ്യനെയോ ഡോക്ടറിനെയോ കാണിക്കാറുണ്ട്. അപ്പോൾ അവർ പ്രിസ്ക്രൈബ് ചെയ്യുവാണെങ്കിലായിരിക്കും നമ്മൾ ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നത്. ദെൻ കഫിംഗ് ഓഫ് ബ്ലഡ്, അതായത് ചുമയ്ക്കുമ്പോൾ ബ്ലഡ് വരിക, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും ബ്രോങ്കോസ്കോപ്പി സജസ്റ്റ് ചെയ്യാറുണ്ട്. ദെൻ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ശ്വാസതടസ്സം, കണ്ടിന്യൂയിങ് ലങ് കൊളാപ്സ്, തിക്ക് ആയിട്ടുള്ള മ്യൂക്കസ് വരിക, ഇതൊക്കെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രോങ്കോസ്കോപ്പി ഉപയോഗിക്കാറുണ്ട്. എ ഫോറിൻ ബോഡി ഓർ ട്യൂമർ മേ ഒബ്സ്ട്രക്ട് ദ പാസേജ് ഓഫ് എയർ വിൽ റിമൂവ് ദ ഒബ്സ്ട്രക്ഷൻ ആൻഡ് ക്ലീൻ ദ എയർവേ. എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡിയോ അല്ലെങ്കിൽ ട്യൂമറോ എന്തെങ്കിലും നമ്മുടെ എയർവേ പാസേജിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒബ്സ്ട്രക്ഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ എയർവേ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ബ്രോങ്കോസ്കോപ്പി ഉപയോഗിക്കാറുണ്ട്. ആഫ്റ്റർ ദ യൂസ് വൈപ്പ് ഇറ്റ് വിത്ത് ഗോസ്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗോസ് ഉപയോഗിച്ച് വൈപ്പ് ചെയ്യുക. ഫ്ലഷ് ദ സക്ഷൻ പോർട്ട് വിത്ത് 10 to 20 ml സലൈൻ. നമ്മുടെ ഫൈബ്രോ ഒപ്റ്റിക് ബ്രോങ്കോസ്കോപ്പിൽ സക്ഷൻ പോർട്ട് ഉണ്ട്. അതിൽ 10 to 20 ml സലൈൻ ഉപയോഗിച്ച് അത് ഫ്ലഷ് ചെയ്ത് കളയുക. അതിനുശേഷം എയർ വെച്ച് ഫ്ലഷ് ചെയ്ത് കളയുക. അപ്പോൾ അതിലുള്ള ബാലൻസ് വാട്ടർ ഡ്രോപ്സ് കൂടി റിമൂവ് ആയി കിട്ടുന്നതായിരിക്കും. ഡിസ്റ്റൽ എൻഡ് ഇൻ ഡിറ്റർജന്റ് സൊല്യൂഷനിൽ പ്ലേസ് ചെയ്യുക. ദെൻ ആസ്പിറേറ്റ് 2 to 5 times, ദെൻ ഫ്ലഷ് വിത്ത് സലൈൻ. ആസ്പിറേറ്റ് ചെയ്യുക 2 to 5 times, ദെൻ സലൈൻ ഉപയോഗിച്ച് ഫ്ലഷ് ചെയ്യുക, ദെൻ എയർ ഉപയോഗിച്ചും ഫ്ലഷ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള വാട്ടർ ഡ്രോപ്സ്
ഡ്രോപ്സ് കൂടി റിമൂവ് ആയി കിട്ടുന്നതായിരിക്കും. ദെൻ ക്ലീൻ ഇൻസർഷൻ ട്യൂബ് വിത്ത് ഡിസിൻഫെക്റ്റന്റ് ആൻഡ് വൈപ്പ് ആൻഡ് മേക്ക് ഇറ്റ് ഡ്രൈ. ഇൻസർഷൻ ട്യൂബ് നമുക്ക് ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം, അതനുസരിച്ച് വൈപ്പ് ചെയ്യുക, ദെൻ ഡ്രൈ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ഓഫ് FOB ചെയ്യേണ്ടത്. ദെൻ ഇത് സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. സ്റ്റെറിലൈസ് ഇറ്റ് ബൈ എത്തിലീൻ ഓക്സൈഡ് ഗ്യാസ്, ഫോർമാൽഡിഹൈഡ് ആൻഡ് ഗ്ലൂട്രാൽഡിഹൈഡ്. ഗ്ലൂട്രാൽഡിഹൈഡ് എന്ന് പറയുന്ന സൈഡക്സ് ആണ്. സൈഡക്സിൽ ഇട്ട് വെക്കാവുന്നതാണ് നമുക്ക് ഫൈബർ ഒപ്റ്റിക് ബ്രോങ്കോസ്കോപ്പിനെ. അതായത് അതിന്റെ ഫുൾ പാർട്സ് അല്ല, നമ്മളെ ഇൻസേർഷൻ ടിപ്പ് മാത്രമായിരിക്കും നമ്മുടെ സൈഡക്സിൽ ഇട്ട് വെക്കുന്നത്. ദെൻ ഫോർമാൽഡിഹൈഡ് ടാബ്ലറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ബോക്സിൽ വെക്കുക, അങ്ങനെയും ചെയ്യാറുണ്ട്. ദെൻ എത്തിലീൻ ഓക്സൈഡ് ഗ്യാസ് എന്ന് പറയുന്നത് ETO ആണ്. ഫൈബർ ഒപ്റ്റിക് ബ്രോങ്കോസ്കോപ്പ് ETO ചെയ്യുന്നതും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രുമെന്റ് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്ത കമ്പനിയിൽ അവരെങ്ങനെയാണ് സ്റ്റെറിലൈസേഷൻ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുക. FOB നമുക്ക് ഡിസ്പോസബിൾ FOB ഉണ്ട്, വൺ ടൈം യൂസ് ചെയ്യുന്ന FOB വരെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽസിൽ FOBയുടെ സ്റ്റെറിലൈസേഷൻ എങ്ങനെയാണ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന FOB ഏതാണ്, അതായത് വൺ ടൈം ആയിട്ട് യൂസ് ചെയ്യുന്നതാണോ അതേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണോ, നിങ്ങൾ ഫോർമാൽഡിഹൈഡ് ടാബ്ലറ്റ്സ് ആണോ യൂസ് ചെയ്യുന്നത്, ഗ്ലൂട്രാൽഡിഹൈഡ് ആണോ, അത് ETO ചെയ്യുകയാണോ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഓരോ ടോപ്പിക്സും ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ദെൻ ഇതിന്റെ സ്റ്റോറേജ് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റോറേജ് ഓഫ് ഫൈബർ ഒപ്റ്റിക് ബ്രോങ്കോസ്കോപ്പ് ഇൻ എ വെർട്ടിക്കൽ ഓർ ഹാങ്ങിങ് പൊസിഷൻ. ഇതിന്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ പൊസിഷൻ അല്ലെങ്കിൽ ഹാങ്ങിങ് പൊസിഷനിൽ വേണം നമ്മൾ വെക്കേണ്ടത്. ഇപ്പോൾ ബോക്സ് ഉള്ളതുണ്ട്, അതായത് നമ്മുടെ ഫൈബർ ഒപ്റ്റിക് ബ്രോങ്കോസ്കോപ്പ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ തന്നെ ബോക്സ് ഉള്ളതുണ്ട്. അല്ല എന്നുള്ള പക്ഷം നമുക്ക് ഹാങ് ചെയ്തിടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹോസ്പിറ്റൽസിൽ എങ്ങനെയാണ് ഇതിന്റെ സ്റ്റോറേജ് എന്നുള്ളതും കൂടി ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. ദെൻ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. This technique allows direct visualization of the airway can be done awake. പേഷ്യന്റ് awake ആയിരിക്കുമ്പോൾ പോലും എയർവേയുടെ വിഷ്വലൈസേഷൻ, അതായത് ഡയറക്റ്റ് വിഷ്വലൈസേഷൻ അലോ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഫൈബ്രോ ഒപ്റ്റിക് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എക്സ്പെൻസീവ് ആണ്, ദെൻ ഡിഫിക്കൾട്ട് ആണ്, അതാണ് നമ്മൾ പറയുന്നത്. ഡിഫിക്കൾട്ട് ഇൻറ്റുബേഷൻ ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ റിക്വയർ കെയർ ആൻഡ് സ്കില്ല് വേണം, അതോടൊപ്പം കെയർഫുൾ ആയിട്ട് ചെയ്യുകയും വേണം. ദെൻ എക്സ്പീരിയൻസ്ഡ് ഫിസിഷ്യൻ ആർ നീഡഡ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യനും ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ OT സൈഡായിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇൻറ്റുബേഷൻ നമുക്കറിയാലോ, നമ്മൾ ബുജി യൂസ് ചെയ്തിട്ടും നമുക്ക് ഇൻറ്റുബേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു പേഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ pre-OPയിൽ നമ്മൾ ഡിഫിക്കൽട്ട് ഇൻറ്റുബേഷൻ ഓൾറെഡി ഫയലിൽ എൻ്റർ ചെയ്തിരിക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ഇപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് ഫൈബർ ഒപ്റ്റിക് ഇൻറ്റുബേഷൻ ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. അതോടൊപ്പം ഈ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഈ സബ്ജക്റ്റ് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യാട്ടോ. അപ്പോൾ കമന്റ് ഇട്ട ആളോടുകൂടി പറയുവാണ്, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതോടെ ഒന്ന് കമന്റിൽ പറയാട്ടോ. ഇനി എന്തൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതും കൂടി കമന്റ് സെക്ഷനിൽ പറയാം. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.